നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UK രാഷ്ട്രീയത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യതകൾ ശക്തമാകുന്നതിനിടെ നിർണായക നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ലേബർ പാർട്ടി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആൻഡി ബെർഹാമിന്റെ പേര് ശക്തം. ആൻഡി ബെർഹാമിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് ചാൻസലർ റേച്ചൽ റീവ്സ്. റീവ്സ് തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത് പാർലമെന്റിൽ ബെർഹാമിന്റെ സത്യപ്രതിജ്ഞയ്ക്കു ശേഷം. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജൂലൈ 17ഓടെ ബെർഹാം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. അധികാരത്തിലെത്തിയാൽ നിലവിലെ ചാൻസലറായ റേച്ചൽ റീവ്സിനെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ചുമതല നൽകും. അഭയാപേക്ഷ നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ നാടുകടത്തുന്നത് അതിവേഗത്തിലാക്കാനും നടപടികൾ പരിഷ്കരിക്കുന്നതിനുമായുള്ള പുതിയ പദ്ധതികൾ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഹോം സെക്രട്ടറി പാർലമെന്റിൽ പ്രഖ്യാപിക്കുക മനുഷ്യാവകാശ നിയമങ്ങളുടെ ഇളവുകൾ അനുഭവിച്ച് അപേക്ഷകൾ സമർപ്പിക്കുന്നവരുടെ പ്രായപരിശോധന കർശനമാക്കുന്നതുൾപ്പെടെയുള്ള നിയമ ഭേദഗതികൾ. ബില്ലിന് ലേബർ പാർട്ടിയിലെ ചില എംപിമാരിൽ നിന്നു തന്നെ എതിർപ്പുകൾ നേരിടേണ്ടതായി വരും. ബില്ലിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കി ലിബറൽ ഡെമോക്രാറ്റുകളും ചില സ്വതന്ത്ര എംപിമാരും രംഗത്ത്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനായി അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷം എന്നത് 10 വർഷമാക്കുന്ന നിർദ്ദേശം പുതിയ ബില്ലിൽ ഉണ്ടാകില്ല എന്ന് ഹോം ഓഫീസ്. 401 പേജുകളുള്ള ഓക്കന്റൺ റിപ്പോർട്ടിൽ വിറങ്ങലിച്ച് UK. ഗുരുതരമായ ചികിത്സാ വീഴ്ചകൾ കാരണം കഴിഞ്ഞ 13 വർഷത്തിനിടെ ആശുപത്രികളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുകയോ മാരകമായ പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്തത് 500-ലധികം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, NHS ട്രസ്റ്റിന് കീഴിലുള്ള ക്വീൻസ് മെഡിക്കൽ സെന്റർ, നോട്ടിംഗ്ഹാം സിറ്റി ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളിൽ നടത്തിയ അന്വേഷണത്തിൽ. തൊഴിൽ സംസ്കാരത്തിലെ വംശീയത, ക്രൂരത, പരിചരണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ എന്നിവ തുറന്നുകാട്ടുന്ന റിപ്പോർട്ട്. ഡോണ ഓക്കന്റന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ ലോകമറിഞ്ഞത് ഭയാനകമായ പ്രസവ ചികിത്സാ അനാസ്ഥകൾ. റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മികച്ച രീതിയിലാണ് പോരാടുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ വിജയിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ സെലൻസ്കിക്ക് ഇല്ല എന്ന ആദ്യവാദം തിരുത്തി ട്രംപ്. സെലൻസ്കി വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ചുരുങ്ങിയത് സ്വന്തം നില ഭദ്രമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നും ട്രംപിന്റെ വാദം. ട്രംപും സെലൻസ്കിയും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ. റഷ്യൻ എണ്ണയ്ക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ട്രംപ്. US രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വൻ അഴിച്ചുപണികൾക്ക് വഴി തുറന്ന് പ്രൈമറി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. പതിറ്റാണ്ടുകളായി പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖ നേതാക്കളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സോറാൻ മംദാനി എന്ന പുതിയ പവർ ബ്രോക്കറുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ച് ന്യൂയോർക്ക് സിറ്റി. മംദാനിയുടെ പിന്തുണയോടെ മത്സരിച്ച 3 സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥികളും വിജയിച്ചതോടെ ഹൌസ് ഡെമോക്രാറ്റിക് നേതാവ് ഹക്കീം ജെഫ്രീസിന് നഷ്ടമായത് 2 സിറ്റിംഗ് അംഗങ്ങളെ. മംദാനിയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വലിയ സ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സൂചന. മംദാനി തങ്ങളെ വഞ്ചിച്ചുവെന്ന് ആരോപിച്ച് സിറ്റി കൗൺസിൽ അംഗങ്ങൾ. 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചരിത്രത്തിൽ ആദ്യമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി NCERT. മാറ്റം വരുത്തിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കി പരിഷ്കരിച്ച 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് 1 എന്ന പുതിയ പുസ്തകത്തിലെ 6ാം അധ്യായത്തിൽ. പുസ്തകം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചതായും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി എന്നിവ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായതായും ചൂണ്ടിക്കാട്ടുന്നു. BJPയെ പ്രതിരോധത്തിലാക്കി പുതിയ ഭൂമി കുംഭകോണ വിവാദം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഉജ്ജയിനിയിലെ ഭൂമി കുംഭകോണ ആരോപണം കത്തിപ്പടരുന്നു. വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച മേഖലയിൽ മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് 335 ഏക്കറോളം ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന് രേഖകൾ. മുഖ്യമന്ത്രിയായ ശേഷം മോഹൻ യാദവിന്റെ പേരിലുള്ള ഭൂമിയിൽ വർധനവുണ്ടായിട്ടില്ല എന്നും OBC-കാരനായതിനാലാണ് അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നതെന്നും മധ്യപ്രദേശ് BJP. വിഷയത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയ്ക്ക് പിന്നാലെ ഭൂമി കുംഭകോണം BJPയെ പ്രതിരോധത്തിലാക്കി. സംസ്ഥാനത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീഷിനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നിയമസഭയിൽ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച നടത്തുകയായിരുന്നു വേണ്ടതെന്ന് സുധീരൻ. പിണറായി സർക്കാർ മദ്യവ്യാപനം ശക്തിപ്പെടുത്തിയെന്നും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനവും പാടില്ലാത്തതാണെന്നും സുധീരന്റെ വിമർശനം. ബജറ്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ പ്രപ്പോസൽ ഒഴിവാക്കണമെന്നും സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനവും പാടില്ല എന്നും സുധീരൻ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. വീണയോട് ED ആവശ്യപ്പെട്ടിരുന്നത് 29-ന് ഹാജരാകാൻ. വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകൾ EDക്ക് ലഭിച്ച സാഹചര്യത്തിൽ. വീണയുടെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള രേഖകൾ കൂടി മുൻനിർത്തി. രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മുദ്രവെച്ച് കൈമാറിയത് എറണാകുളത്തെ പ്രത്യേക കോടതി. വാർത്തകൾ വിശദമായി.
UK രാഷ്ട്രീയത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യതകൾ ശക്തമാകുന്നതിനിടെ ലേബർ പാർട്ടിയിലെ നിർണായക നീക്കങ്ങൾക്ക് തുടക്കമായി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആൻഡി ബേൺഹാമിന്റെ പേര് ശക്തമായി ഉയരുന്നതിനിടെ ചാൻസലർ റേച്ചൽ റീവ്സ് അദ്ദേഹത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. പാർലമെന്റിൽ സത്യപ്രതിജ്ഞ നടത്തിയതിനു പിന്നാലെ ബേൺഹാമിനൊപ്പം സെൽഫി എടുത്താണ് റീവ്സ് തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. കീർ സ്റ്റാർമറുടെ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് നിലവിൽ ഏറ്റവും ശക്തമായി പരിഗണിക്കപ്പെടുന്ന നേതാവാണ് ആൻഡി ബേൺഹാം. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജൂലൈ 17 അദ്ദേഹം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമെന്ന വിലയിരുത്തലുകളാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. അടുത്തിടെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പാർലമെന്റിലേക്ക് തിരിച്ചെത്തിയതും ബേൺഹാമിന്റെ രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ബേൺഹാം അധികാരത്തിലെത്തിയാൽ നിലവിലെ ചാൻസലറായ റേച്ചൽ റീവ്സിനെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ചുമതല നൽകുമെന്ന റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച റീവ്സ് പുതിയ പ്രധാനമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ മുൻകൂട്ടി വിലയിരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആൻഡി ബേൺഹാം മികച്ച പ്രധാനമന്ത്രിയായിരിക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ 6 വർഷമായി ഷാഡോ ചാൻസലറായും പിന്നീട് ചാൻസലറായും കീർ സ്റ്റാർമറുടെ ഏറ്റവും വിശ്വസ്ത സഹപ്രവർത്തകരിൽ ഒരാളുമായിരുന്നു റേച്ചൽ റീവ്സ്. സ്റ്റാർമറുടെ രാജ്യപ്രഖ്യാപന സമയത്ത് അവർ ടൗണിംഗ് സ്ട്രീറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ പിന്നീട് ബേൺഹാമിനൊപ്പമുള്ള ചിത്രമാണ് അവരുടെ രാഷ്ട്രീയ പിന്തുണയുടെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാലും രാജ്യത്തിന്റെ സാമ്പത്തിക അച്ചടക്കം ഒരു കാരണവശാലും കൈവിടരുതെന്ന് റീവ്സ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ നടപ്പിലിരിക്കുന്ന ഫിസ്ക്കൽ റൂൾസും സാമ്പത്തിക നിയന്ത്രണങ്ങളും കർശനമായി പാലിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ആഘാതം സാധാരണ ജനങ്ങൾക്കും വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുമെന്നും റീവ്സ് ഓർമ്മിപ്പിച്ചു. തന്റെ 2 വർഷത്തെ ചാൻസലർ കാലഘട്ടത്തിൽ രാജ്യം കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്നും റീവ്സ് പറഞ്ഞു. നാഷണൽ ലിവിംഗ് വേതനവും മിനിമം വേതനവും വർദ്ധിപ്പിക്കാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സമ്പദ് വ്യവസ്ഥയെ വളർച്ചയുടെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞതായി അവർ അവകാശപ്പെട്ടു. ശരത്കാല ബജറ്റിൽ ജനങ്ങളുടെ എനർജി ബില്ലുകൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. അതേസമയം ആൻഡി ബേൺഹാമിന്റെ നേതൃത്വത്തിൽ പുതിയ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയാൽ യുകെയുടെ ആഭ്യന്തര നയങ്ങളിലും കുടിയേറ്റ നിയമങ്ങളിലും പൊതുസേവന മേഖലകളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രവാസി സമൂഹവും. പുതിയ മന്ത്രിസഭയുടെ രൂപീകരണവും പ്രധാന വകുപ്പുകളിലെ നിയമനങ്ങളും ഇനി UK രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അഭയാപേക്ഷ നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ നാടുകടത്തുന്നത് അതിവേഗത്തിലാക്കാനും അതിനുള്ള നടപടികൾ പരിഷ്കരിക്കുന്നതിനുമായുള്ള പുതിയ പദ്ധതികൾ വരും നാളുകളിൽ തന്നെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പാർലമെന്റിൽ വയ്ക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നവകാശപ്പെട്ട് മനുഷ്യാവകാശ നിയമങ്ങളുടെ ഇളവുകൾ അനുഭവിച്ച് അപേക്ഷകൾ സമർപ്പിക്കുന്നവരുടെ പ്രായ പരിശോധന കർശനമാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ ഭേദഗതികളായിരിക്കും ഹോം സെക്രട്ടറി പാർലമെന്റിൽ അവതരിപ്പിക്കുക. അടുത്ത ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കരുതപ്പെടുന്ന കുടിയേറ്റവും അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ബില്ലിന് ലേബർ പാർട്ടിയിലെ ചില എംപിമാരിൽ നിന്നു തന്നെ എതിർപ്പുകൾ നേരിടേണ്ടതായി വരുമെന്നാണ് സൂചന. അതിനു പുറമെ ലിബറൽ ഡെമോക്രാറ്റുകളും ചില സ്വതന്ത്ര എംപിമാരും ഇതിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തുമെന്ന് കരുതുന്ന ആൻഡി ബേൺഹാമിന്റെ പക്ഷവും ഈ ബില്ലിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അറിവുള്ളവരാണെന്നാണ് കരുതുന്നത്. യൂറോപ്യൻ കൺവെൻഷന്റെ മനുഷ്യാവകാശ നിയമങ്ങളിലെ ആർട്ടിക്കിൾ 8 കുടിയേറ്റവും നാടുകടത്തലുമായി ബന്ധപ്പെട്ട കേസുകളെ എപ്രകാരം സ്വാധീനിക്കുമെന്നത് നിശ്ചയിക്കുന്നതായിരിക്കും ബില്ലിലെ പ്രധാന ഉള്ളടക്കം. കുടുംബജീവിതത്തിനുള്ള അവകാശം എടുത്തുകാട്ടി നേരത്തെ ചില നാടുകടത്തലുകൾ തടഞ്ഞത് ജനങ്ങൾക്ക് നിയമനിർവഹണ സംവിധാനത്തിലെ വിശ്വാസം കുറച്ചതായി നേരത്തെ ഹോം സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു. അഭയാർത്ഥികളുടെ പ്രായം കണക്കാക്കുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കും. ഇതിനായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായവും തേടിയേക്കും. പുതിയ അസൈലം ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശവും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ ഹോം ഓഫീസ് ആസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ അപ്പീൽ ബോഡിയും രൂപീകരിക്കും. അപ്പീൽ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയാത്തവരെ ഉടനടി നാടുകടത്തുന്നതിനുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ അവസാന നിമിഷത്തിൽ മാത്രം അപ്പീൽ സമർപ്പിച്ച് നാടുകടത്തൽ പ്രക്രിയ വൈകിപ്പിക്കുന്നത് തടയാൻ ആധുനിക അടിമത്ത നിയമത്തിന്റെ ഘടനയിലും കാതലായ മാറ്റങ്ങൾ വരുത്തും. അതേസമയം കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതായി താമസിക്കാനുള്ള ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനായി അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷം എന്നത് 10 വർഷമാക്കുന്ന നിർദ്ദേശം ഈ ബില്ലിൽ ഉണ്ടാകില്ല എന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 401 പേജുകളുള്ള ഓക്കെൻഡൻ റിപ്പോർട്ടിൽ വിറങ്ങലിച്ച് UK. കഴിഞ്ഞ 13 വർഷത്തിനിടെ 500-ലധികം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമാണ് ഗുരുതരമായ ചികിത്സാ വീഴ്ചകൾ കാരണം ആശുപത്രികളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുകയോ മാരകമായ പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്തത്. പ്രസവ ചികിത്സാ വിദഗ്ധയായ ഡോണ ഓക്കൻഡന്റെ നേതൃത്വത്തിൽ പുറത്തുവിട്ട 401 പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ടിലൂടെ ലോകമറിഞ്ഞത് ഭയാനകമായ പ്രസവ ചികിത്സാ അനാസ്ഥകൾ. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, NHS ട്രസ്റ്റിന് കീഴിലുള്ള ക്വീൻസ് മെഡിക്കൽ സെന്റർ, നോട്ടിംഗ്ഹാം സിറ്റി ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. തൊഴിൽ സംസ്കാരത്തിലെ വംശീയത, ക്രൂരത, പരിചരണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ എന്നിവ റിപ്പോർട്ടിൽ ഉടനീളം തുറന്നുകാട്ടുന്നു. റിപ്പോർട്ട് പ്രകാരം ആകെ 444 സ്ത്രീകളും 76 നവജാത ശിശുക്കളും ആശുപത്രികളുടെ ചികിത്സാ വീഴ്ച കാരണം ഇരയാക്കപ്പെട്ടു.
2006-നും 2024-നും ഇടയിൽ മരിച്ച 27 അമ്മമാരുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചതിൽ 6 മരണങ്ങൾക്ക് കാരണം ആശുപത്രിയുടെ നേരിട്ടുള്ള വീഴ്ചയാണെന്ന് കണ്ടെത്തി. കൂടാതെ മരിച്ച 31 നവജാത ശിശുക്കളുടെ കേസ് പരിശോധിച്ചപ്പോൾ കൃത്യമായ സമയത്ത് ശരിയായ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും തെളിഞ്ഞു. ആശുപത്രികളിൽ ജീവനക്കാരുടെ കുറവ് പതിവായിരുന്നു. പ്രസവവേദനയുമായി എത്തിയ ഗർഭിണികളെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രവണത ജീവനക്കാർ കാണിച്ചു. രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മുന്നറിയിപ്പുകൾ മാനേജ്മെന്റ് നിരന്തരം അവഗണിച്ചു. ഗർഭിണികൾക്ക് വേതന സംഹാരികൾ നിഷേധിക്കുകയും അവരോട് ആക്രോശിക്കുകയും ചെയ്യുന്ന ക്രൂര പെരുമാറ്റമാണ് ജീവനക്കാരിൽ ചിലർ നടത്തിയത്. ഗർഭാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ മരിച്ച ഒരു പെൺകുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലബോറട്ടറി ജീവനക്കാർ അശ്രദ്ധമായി മെഡിക്കൽ മാലിന്യമായി തള്ളിയ സംഭവം മാതാപിതാക്കളുടെ ദുഃഖം ഇരട്ടിയാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെ പ്രസവ ചികിത്സാ രംഗം പൂർണ്ണമായി പരിഷ്കരിക്കാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണെന്നും അടുത്ത ആഴ്ച പുറത്തുവരുന്ന ലേഡി ആമോസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സർക്കാർ അറിയിച്ചു. അതേസമയം ഇംഗ്ലണ്ടിലുടനീളമുള്ള പ്രസവ ചികിത്സാ വീഴ്ചകളെ കുറിച്ച് സമഗ്രമായ ഒരു പൊതു അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരകളുടെ കുടുംബങ്ങൾ. ലണ്ടനിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഫേസ് റെക്കഗ്നിഷൻ ക്യാമറകൾ വരുന്നു. ഇതിന്റെ മുന്നോടിയായി ലക്ഷക്കണക്കിന് ആളുകളുടെ മുഖങ്ങളാണ് ട്രാക്ക് ചെയ്യുകയും സ്കാൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും തിരക്കേറിയതുമായ വെസ്റ്റ് എൻഡിലാണ് ഇപ്പോൾ പുതിയതായി ഈ ആധുനിക ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ലണ്ടനിൽ തലസ്ഥാന നഗരത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും തിരക്കേറിയതുമായ വെസ്റ്റ് എൻഡിൽ അടക്കം കൂടുതൽ സ്ഥലങ്ങളിൽ ഫേക്ക് റെക്കഗ്നിഷൻ ക്യാമറകൾ വരുന്നു എന്ന് റിപ്പോർട്ട്. ക്രോയ്ഡോണിൽ 6 മാസത്തെ പരീക്ഷണത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ക്യാമറകൾ വെസ്റ്റ് എൻഡിലെത്തുന്നത്. വിപ്ലവകരമായ ഒരു നീക്കമെന്ന് വിശേഷിപ്പിച്ച ഇത് പ്രധാനമായും പിടിയിലാകാനുള്ള കുറ്റവാളികളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട ലൈംഗിക കുറ്റവാളികളിലുമായിരിക്കും കൂടുതൽ ശ്രദ്ധയൂന്നുക. എത്ര പേരുടെ മുഖങ്ങൾ രജിസ്റ്റർ ചെയ്യുമെന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ പോലീസ് തയ്യാറായില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഏകദേശം 10 ലക്ഷത്തോളം പേരുടെ മുഖങ്ങൾ സ്കാൻ ചെയ്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിയ ഓസ്ട്രേലിയയിൽ 5-ൽ 4 പേരും ഇപ്പോഴും വിവിധ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതായി പുതിയ പഠനം. 2025 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന നിയമം കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കാര്യമായി കുറച്ചില്ല എന്നാണ് കണ്ടെത്തൽ. ഇതോടെ ഓസ്ട്രേലിയൻ മാതൃകയെ അടിസ്ഥാനമാക്കി കൂടുതൽ കർശനമായ നിയമനിർമ്മാണത്തിനാണ് UK ഒരുങ്ങുന്നത് എന്ന് റിപ്പോർട്ട്. ന്യൂകാസിൽ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത കൗമാരക്കാരിൽ 80% പേർ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും സജീവമാണെന്ന് കണ്ടെത്തി. വ്യാജ ജനന തീയതികളും മറ്റ് സാങ്കേതിക മാർഗങ്ങളും ഉപയോഗിച്ചാണ് പലരും നിയന്ത്രണങ്ങൾ മറികടക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമം കൊണ്ടുവന്നതെങ്കിലും വിലക്കുകൾ മാത്രം മതിയാകില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ശക്തമായ പ്രായപരിശോധനാ സംവിധാനങ്ങളും ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണവും ഒരുമിച്ച് നടപ്പാക്കേണ്ടതുണ്ട് എന്നും അവർ പറയുന്നു. അതേസമയം ഓസ്ട്രേലിയൻ മാതൃകയെ അടിസ്ഥാനമാക്കി കൂടുതൽ കർശനമായ നിയമനിർമ്മാണത്തിനാണ് UK ഒരുങ്ങുന്നത്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനൊപ്പം അപരിചിതരുമായി ബന്ധപ്പെടൽ, ലൈവ് സ്ട്രീമിംഗ്, ചില AI ചാറ്റ് ബോർഡ് സേവനങ്ങൾ എന്നിവയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. ഓസ്ട്രേലിയയിലെ അനുഭവം പഠിച്ച ശേഷമാണ് UK കൂടുതൽ ശക്തമായ പ്രായപരിശോധനാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി മികച്ച രീതിയിലാണ് പോരാടുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻപ് യുദ്ധത്തിൽ വിജയിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ സെലൻസ്കിക്ക് ഇല്ല എന്ന് വിലയിരുത്തിയ ട്രംപാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. മുൻപ് റഷ്യക്കെതിരായ യുദ്ധത്തിൽ വിജയിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്ക് ഇല്ല എന്ന് വിലയിരുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി മികച്ച രീതിയിലാണ് പോരാടുന്നതെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നു. അദ്ദേഹം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചുരുങ്ങിയത് സ്വന്തം നില ഭദ്രമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. രണ്ടു ഭാഗത്തും വലിയ രീതിയിൽ ആളുകൾ മരിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം മികച്ച രീതിയിൽ പോരാടുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ധീരനാണെന്ന് പറയാതെ വയ്യ. മികച്ച ആയുധങ്ങളും മികച്ച പോരാളികളായ സൈനികരും അദ്ദേഹത്തിനുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ട്രംപും സെലൻസ്കിയും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. യോഗത്തിനു ശേഷം യുക്രൈനോടുള്ള ശ്രദ്ധയ്ക്കും സമാധാനം കൊണ്ടുവരാനുള്ള സന്നദ്ധതയ്ക്കും പ്രസിഡന്റ് ട്രംപിനോട് നന്ദിയുള്ളവനാണെന്ന് സെലൻസ്കി എക്സിൽ കുറിച്ചിരുന്നു. റഷ്യൻ എണ്ണയ്ക്കുമേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ തനിക്ക് താല്പര്യമുണ്ട് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞിരുന്നു. US രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വൻ അഴിച്ചുപണികൾക്ക് വഴി തുറന്ന് പ്രൈമറി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്ത്. പതിറ്റാണ്ടുകളായി പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖ നേതാക്കളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സോറാൻ മംദാനി എന്ന പുതിയ പവർ ബ്രോക്കറുടെ ഉദയത്തിനാണ് ന്യൂയോർക്ക് സിറ്റി സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂയോർക്ക് രാഷ്ട്രീയത്തിൽ മംദാനി തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് റിപ്പോർട്ട്. മംദാനിയുടെ പിന്തുണയോടെ മത്സരിച്ച 3 സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥികളും വൻ വിജയം നേടിയതോടെ ഹൌസ് ഡെമോക്രാറ്റിക് നേതാവ് ഹക്കീം ജെഫ്രീസിന് തന്റെ 2 സിറ്റിംഗ് അംഗങ്ങളെയാണ് നഷ്ടമായത്. വാഷിംഗ്ടണിൽ എത്താനായി 20 വർഷവും കോൺഗ്രസിൽ തുടരാൻ മറ്റൊരു 10 വർഷവും ചെലവഴിച്ച പ്രമുഖ നേതാവ് എഡ്രിയാനോ എസ്പൈറ്റിന്റെ പ്രൈമറി നൈറ്റ് പാർട്ടി ഓഫീസ് ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയായിരുന്നു. തന്റെ പരാജയ സമ്മത പ്രസംഗം നടത്താൻ എത്തിയ അദ്ദേഹം 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അവിടെ നിന്നും മടങ്ങി. എന്നാൽ ഇതിന് 3 മൈൽ അകലെ മറ്റൊരു യഥാർത്ഥ വിജയാഘോഷം നടക്കുകയായിരുന്നു.
ഒരു വർഷം മുൻപ് ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തി മേയർ സ്ഥാനത്തെത്തി രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ച സോഹ്റാൻ മംദാനി തന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് അടുത്ത് പോലും എത്താൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളോടൊപ്പം വിജയം ആഘോഷിക്കുകയായിരുന്നു അവിടെ. മംദാനിയുടെ ഈ വളർച്ചയും അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വലിയ സ്വാരസ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. സംഖ്യം എന്നത് മംദാനിയുടെ സ്വന്തം നിബന്ധനകളിൽ മാത്രമാണെന്നും അദ്ദേഹം തങ്ങളെ വഞ്ചിച്ചുവെന്നുമാണ് പല സിറ്റി കൗൺസിൽ അംഗങ്ങളും ആരോപിക്കുന്നത്. വിദ്വേഷ ട്വീറ്റുകളുടെ ചരിത്രമുള്ള ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ അനുകൂലിച്ച റാലിയിൽ പങ്കെടുത്ത ആവില ഷെവലിയറെ പോലെയുള്ള ഒരു മുൻ ക്യാമ്പയിൻ വോളണ്ടിയറാണ് കോൺഗ്രസ് ഹിസ്പാനിക് കോക്കസിന്റെ ചെയർമാനെ മറികടന്ന് മംദാനി കോൺഗ്രസിലേക്ക് നയിച്ചത്. മംദാനിയുടെ സ്ഥാനാർത്ഥികൾ വിജയം വരിച്ചതോടെ ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ മേയർ ശ്രമിക്കുമോ അതോ ആളുകൾ ഇനി അദ്ദേഹത്തിന് അടുത്തേക്ക് വരണമോ എന്ന ചോദ്യത്തിന് മംദാനിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അന്നാബാർ നൽകിയ മറുപടി ഒരു ചെറിയ സ്മൈലി ടെക്സ്റ്റ് സന്ദേശമായിരുന്നു. ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-ന് ദക്ഷിണ ഇറാനിലെ മിനാബിലുള്ള പെൺകുട്ടികളുടെ സ്കൂളിലുണ്ടായ മിസൈൽ ആക്രമണത്തിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 175-ലധികം കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-ന് ദക്ഷിണ ഇറാനിലെ മിനാബിലുള്ള പെൺകുട്ടികളുടെ സ്കൂളിലുണ്ടായ മിസൈൽ ആക്രമണത്തിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നില്ല എന്ന് വ്യക്തമാക്കി ട്രംപ് രംഗത്ത് വന്നു. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും മിസൈലുകൾ പായുകയായിരുന്നു. അവിടെ സംഭവിച്ചത് ഭയങ്കരമായ കാര്യമാണ്. അത് ഞങ്ങളുടെ മിസൈൽ ആയിരുന്നു എന്ന് ചിലർ പറയുന്നു. ചിലപ്പോൾ അത് ഞങ്ങളുടേതാകില്ല. ഞങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ തക്കതായ തെളിവുകളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അത് നമ്മളല്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. US-ഉം ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടങ്ങിയ ഫെബ്രുവരി 28-നുണ്ടായ സ്ഫോടനത്തിൽ 175-ലധികം പെൺകുട്ടികളും അധ്യാപകരും കൊല്ലപ്പെട്ടതായാണ് ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ആക്രമണത്തെക്കുറിച്ച് US സൈന്യത്തിന്റെ പ്രാഥമിക ആഭ്യന്തര അന്വേഷണത്തിൽ US സേനയ്ക്കാണ് ഇതിൽ പങ്കുള്ളതെന്ന് മാർച്ച് മാസത്തിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് പെന്റഗൺ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.48 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 94.46 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 107.33 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.34 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായ അധ്യായങ്ങളിൽ ഒന്നായ 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ ചരിത്രത്തിൽ ആദ്യമായി NCERT പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കി പരിഷ്കരിച്ച 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. മുൻപ് 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാനുണ്ടായിരുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായ അധ്യായങ്ങളിൽ ഒന്നായ 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 51 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആദ്യമായി ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് 1 എന്ന പുതിയ പുസ്തകത്തിലെ 6ാം അധ്യായത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായാണ് പുസ്തകം ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. 1970കളുടെ തുടക്കത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചതായും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി എന്നിവ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായതായും പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂണിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും ഈ കാലയളവിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും പത്രമാധ്യമങ്ങൾക്ക് കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തതായി പാഠഭാഗം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും കൂട്ടത്തോടെ തടവിലാക്കപ്പെടുകയും ജനാധിപത്യ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ജനകീയ പ്രക്ഷോഭങ്ങളെ നയിക്കുന്നതിൽ ജയപ്രകാശ് നാരായൺ വഹിച്ച പങ്കിനെ കുറിച്ചും പുസ്തകത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണക്കൊള്ളയ്ക്ക് പിന്നാലെ BJPയെ പ്രതിരോധത്തിലാക്കി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഉജ്ജയിനിയിലെ ഭൂമി കുംഭകോണ ആരോപണം. വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച മേഖലയിൽ മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് 335 ഏക്കറോളം ഭൂമി വാങ്ങിക്കൂട്ടിയെന്നാണ് രേഖകൾ. 2023 ഡിസംബറിൽ മുഖ്യമന്ത്രിയായ ശേഷം 2025 ഡിസംബർ വരെ 137 പ്ലോട്ടുകളിൽ കുറഞ്ഞത് 168 ഏക്കർ ഭൂമി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ സ്വന്തമാക്കിയെന്ന വിഷയത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണക്കൊള്ളയ്ക്ക് പിന്നാലെ BJP പിന്നെയും പ്രതിരോധത്തിൽ. മുഖ്യമന്ത്രിയായ ശേഷം മോഹൻ യാദവിന്റെ പേരിലുള്ള ഭൂമിയിൽ വർധനയുണ്ടായിട്ടില്ല എന്നും OBC-കാരനായതിനാലാണ് അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നതെന്നുമാണ് മധ്യപ്രദേശ് BJPയുടെ വാദം. എന്നാൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു.
മുഖ്യമന്ത്രി നേരിട്ട് കൈവശം വെച്ചിരുന്ന ഭൂമിക്ക് പുറമെ കുടുംബാംഗങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ഭൂമി വാങ്ങിയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സിംഹസ്ഥ മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി ഉജ്ജയിനിയെ വൻ തീർത്ഥാടക വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാൻ പദ്ധതി നടപ്പാക്കുകയാണ്. ഇതിന്റെ ഗുണം ലഭിക്കാവുന്ന പ്രദേശങ്ങളിലാണ് ഭൂമി വാങ്ങിക്കൂട്ടൽ നടന്നത്. ഭൂമിയുടെ ആകെ വില 45 കോടി എന്നാണ് രേഖയിലെങ്കിലും വിപണി വില വൻതോതിൽ കൂടുമെന്നാണ് റിപ്പോർട്ട്. ഉജ്ജയിൻ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചത് മോഹൻ യാദവ് മുഖ്യമന്ത്രിയാകുന്നതിനും മാസങ്ങൾക്ക് മുൻപാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ ഹേമന്ത് ഖണ്ഡേൽവാൾ പറഞ്ഞു. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ഒട്ടേറെ കോൺഗ്രസ് സാമാജികർ മുന്നോട്ട് വന്നതോടെ ശിവകുമാർ സർക്കാരിന്റെ 2ാം ഘട്ടം മന്ത്രിസഭാ വികസനം വൈകും. 18-ന് നിയമനിർമ്മാണ കൗൺസിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ മന്ത്രിസഭാ വികസനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. 18-ന് നിയമനിർമ്മാണ കൗൺസിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ മന്ത്രിസഭാ വികസനം ഉണ്ടാകുമെന്ന് ശിവകുമാർ സർക്കാരിന്റെ 2ാം ഘട്ട മന്ത്രിസഭാ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ഒട്ടേറെ കോൺഗ്രസ് സാമാജികർ മുന്നോട്ട് വന്നതോടെ മന്ത്രിസഭാ വികസനം വൈകുമെന്ന് സൂചന. ആദ്യഘട്ടത്തിൽ ശിവകുമാറിന് പുറമെ 13 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 34 പേരെ ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയിലെ ബാക്കിയുള്ള 20 സ്ഥാനങ്ങളിലേക്ക് ജാതീയ പ്രാദേശിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചു വേണം മന്ത്രിമാരെ നിയോഗിക്കാൻ. 2ാം ഘട്ട മന്ത്രിസഭാ വികസന ചർച്ചയ്ക്ക് ഈ മാസം രാഹുൽ ഗാന്ധിയും AICC നേതാക്കളും സമയം നൽകിയില്ല എന്നതാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ദാവനഗര സൗത്ത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മുൻ മന്ത്രി സമീർ അഹമ്മദ് ഖാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനുമേൽ സമ്മർദ്ദമുണ്ട്. ശിവകുമാറിന്റെ സഹോദരനും മുൻ MPയുമായ DK സുരേഷാണ് ഇതിനു പിന്നിൽ. സമീറിനെ കൂടാതെ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് മുസ്ലിം സാമാജികരായ സലീം അഹമ്മദ്, കനീസ് ഫാത്തിമ, റിസ്വാൻ അർഷാദ് തുടങ്ങിയവരും രംഗത്തുണ്ട്. ഈ സമുദായത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഏക മന്ത്രി UT ഖാദറാണ്. സലീം മുഹമ്മദിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന് ഓൾ കർണാടക സുന്നി കൗൺസിൽ നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യമുന്നയിച്ചു. ഒക്കലിക, ലിംഗായത്ത്, ക്രൈസ്തവ സമുദായ നേതാക്കളും ഇതേ ആവശ്യവുമായി സമീപിച്ചതായി ശിവകുമാർ പറഞ്ഞു. നിലവിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക MLC സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയാണ്. കൂടുതൽ MLCമാർ അവസരം തേടുന്നുണ്ട്. വനിതകളിൽ ലക്ഷ്മി ഹെബ്ബാൾക്കർ, നയന മോട്ടമ്മ, അന്നപൂർണ എന്നിവരാണ് മുൻനിരയിലുള്ളത്. ആദ്യഘട്ടത്തിൽ വനിതാ മന്ത്രിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. 29-ന് ഹാജരാകണമെന്നായിരുന്നു നേരത്തെ വീണയോട് ED ആവശ്യപ്പെട്ടിരുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇന്നലെ SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകൾ EDക്ക് ലഭിച്ചിരുന്നു. അതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ EDക്ക് മുന്നിൽ ഇന്ന് വീണ്ടും ഹാജരായി. നേരത്തെ കോടതി ഉത്തരവായിരുന്നുവെങ്കിലും SFIOയിൽ നിന്ന് അത് ലഭിക്കാൻ താമസം നേരിട്ടിരുന്നു. അതിനു പിന്നാലെയാണ് വീണ ഇന്ന് ഹാജരായിരിക്കുന്നത്. ഈ രേഖകൾ കൂടി മുൻനിർത്തിയായിരിക്കും വീണയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ. എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് ഈ രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മുദ്രവെച്ച് കൈമാറിയത്. തുടർന്ന് കോടതിയിൽ അന്വേഷണ സംഘത്തിന് നൽകി. ഈ രേഖകൾക്കായി നേരത്തെ ED ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ മാസം 17-ന് വീണയെ ED 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീഷിനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നിയമസഭയിൽ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച നടത്തുകയായിരുന്നു വേണ്ടതെന്ന് സുധീരൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായതിനു പിന്നാലെ UDF-ൽ ചേരിപ്പോര്. വിഷയത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ഒരു തീരുമാനം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നുവെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയിലും മുന്നണിയിലും വിഷയം നേരത്തെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിവാദം ഒഴിവാക്കാമായിരുന്നു. മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കുകയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുക എന്നതുമാണ് നയം. ലഹരിയുടെ വ്യാപനം മൂലം കേരളത്തിൽ ഇടക്കാലത്ത് മോശമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പിണറായി സർക്കാർ മദ്യവ്യാപനം ശക്തിപ്പെടുത്തിയെന്നും സുധീരൻ പറഞ്ഞു. മുന്നണിയിൽ വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം. ആ വികാരം ഉൾക്കൊണ്ട് മദ്യവ്യാപനത്തിനെതിരായ പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു. ബജറ്റ് പ്രപ്പോസൽ വെക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനവും പാടില്ലാത്തതാണ്. വിഷയത്തിൽ ചില ഒറ്റപ്പെട്ട ശക്തികൾ ഒഴികെ രംഗത്തെത്തുകയുണ്ടായി. അതിലൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നുവരുന്ന ആശങ്കകളും സംശയങ്ങളും അതേപടി നിലനിൽക്കുകയാണ്. ബജറ്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രപ്പോസൽ ഒഴിവാക്കണം. അതാണ് ഏറ്റവും നല്ല രീതി. സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനവും പാടില്ല. വലിയ ജനപിന്തുണ ലഭിച്ച സർക്കാരാണിത്. ഓരോ തീരുമാനത്തിലും സുതാര്യത നിലനിർത്തി മുന്നോട്ട് പോകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. DHS നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KJ റീന നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പ്രതികരണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ. ആരോഗ്യവകുപ്പിൽ 57,000-ലധികം ജീവനക്കാരുണ്ടെന്നും അവരിൽ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും പരാതികൾക്കും മറുപടി പറയുകയല്ല ആരോഗ്യമന്ത്രിയുടെ ജോലിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ആരോഗ്യവകുപ്പിൽ 57,000-ലധികം ജീവനക്കാരുണ്ടെന്നും അവരിൽ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും പരാതികൾക്കും മറുപടി പറയുകയല്ല ആരോഗ്യമന്ത്രിയുടെ ജോലിയെന്നും DHS നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KJ റീന നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പ്രതികരണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഹൈപ്പവർ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രോഗങ്ങൾ കൂടുതൽ പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത്. ഇതിനായി വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുമായി ആലോചിച്ച് ആവശ്യമായ ഏകോപനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഫെബ്രുവരി മാസം മുതൽ തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി സമ്മതിച്ചു. എന്നാൽ രോഗം പടർന്നു പിടിച്ചതിനു ശേഷമാണ് തനിക്ക് വകുപ്പിന്റെ ചുമതല ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റ് വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങളോട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ട ആവശ്യമില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്ന് K മുരളീധരൻ വ്യക്തമാക്കി. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്പോർട്സ്. ടൂർണമെന്റിൽ നിന്ന് പുറത്തായെങ്കിലും ഹെയ്റ്റിയുടെ പോരാട്ട വീര്യത്തിന് കുറവുണ്ടായിരുന്നില്ല. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ നടന്ന FIFA ലോകകപ്പ് മത്സരത്തിൽ മൊറോക്കോയെ വിറപ്പിച്ച ശേഷം അവർ കീഴടങ്ങി. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി മൊറോക്കോ നോക്കൌട്ടിൽ കടന്നു. 4ാമതായ ഹെയ്റ്റിക്ക് അഭിമാനത്തോടെ നാട്ടിലേക്ക് മടങ്ങാം. ആദ്യ പകുതിയിൽ 2 തവണ പിന്നിലായിട്ടും ശക്തമായി തിരിച്ചടിച്ച മൊറോക്കോ 2ാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കി. ആവേശകരമായ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ആകെ 4 ഗോളുകളാണ് പിറന്നത്. ഇതിൽ 3 ഗോളുകളും വെറും 7 മിനിറ്റിനിടെയാണ് പിറന്നത്. മത്സരത്തിൽ മൊറോക്കോയ്ക്കായിരുന്നു പന്തടക്കത്തിൽ വ്യക്തമായ മേധാവിത്വം. ലക്ഷ്യത്തിലേക്ക് 13 ഷോട്ടുകൾ ഉതിർത്ത് അവർ ഹെയ്റ്റി പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചുവെങ്കിലും ഹെയ്റ്റിയുടെ കൗണ്ടർ അറ്റാക്കുകൾ കളിയിലെ ലീഡ് നില മാറിമറിയാൻ കാരണമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK രാഷ്ട്രീയത്തിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യതകൾ ശക്തമാകുന്നതിനിടെ നിർണായക നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ലേബർ പാർട്ടി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആൻഡി ബെൻഹാമിന്റെ പേര് ശക്തം. ആൻഡി ബെൻഹാമിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് ചാൻസലർ റേച്ചൽ റീവ്സ്. റീവ്സ് തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത് പാർലമെന്റിൽ ബെൻഹാമിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജൂലൈ 17ഓടെ ബെൻഹാം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. അധികാരത്തിലെത്തിയാൽ നിലവിലെ ചാൻസലറായ റേച്ചൽ റീവ്സിനെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ചുമതല നൽകും. അഭയാപേക്ഷ നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ നാടുകടത്തുന്നത് അതിവേഗത്തിലാക്കാനും നടപടികൾ പരിഷ്കരിക്കുന്നതിനുമായുള്ള പുതിയ പദ്ധതികൾ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഹോം സെക്രട്ടറി പാർലമെന്റിൽ പ്രഖ്യാപിക്കുക മനുഷ്യാവകാശ നിയമങ്ങളുടെ ഇളവുകൾ അനുഭവിച്ച് അപേക്ഷകൾ സമർപ്പിക്കുന്നവരുടെ പ്രായപരിശോധന കർശനമാക്കുന്നതുൾപ്പെടെയുള്ള നിയമ ഭേദഗതികൾ. ബില്ലിന് ലേബർ പാർട്ടിയിലെ ചില MPമാരിൽ നിന്നു തന്നെ എതിർപ്പുകൾ നേരിടേണ്ടതായി വരും. ബില്ലിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കി ലിബറൽ ഡെമോക്രാറ്റുകളും ചില സ്വതന്ത്ര MPമാരും രംഗത്ത്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനായി അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷം എന്നത് 10 വർഷമാക്കുന്ന നിർദ്ദേശം പുതിയ ബില്ലിൽ ഉണ്ടാകില്ല എന്ന് ഹോം ഓഫീസ്. 401 പേജുകളുള്ള ഓക്കന്റൺ റിപ്പോർട്ടിൽ വിറങ്ങലിച്ച് UK. ഗുരുതരമായ ചികിത്സാ വീഴ്ചകൾ കാരണം കഴിഞ്ഞ 13 വർഷത്തിനിടെ ആശുപത്രികളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുകയോ മാരകമായ പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്തത് 500-ലധികം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, NHS ട്രസ്റ്റിന് കീഴിലുള്ള ക്വീൻസ് മെഡിക്കൽ സെന്റർ, നോട്ടിംഗ്ഹാം സിറ്റി ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളിൽ നടത്തിയ അന്വേഷണത്തിൽ. തൊഴിൽ സംസ്കാരത്തിലെ വംശീയത, ക്രൂരത, പരിചരണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ എന്നിവ തുറന്നുകാട്ടുന്ന റിപ്പോർട്ട്. ഡോണ ഓക്കന്റന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ ലോകമറിഞ്ഞത് ഭയാനകമായ പ്രസവ ചികിത്സാ അനാസ്ഥകൾ. റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മികച്ച രീതിയിലാണ് പോരാടുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ വിജയിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ സെലൻസ്കിക്ക് ഇല്ല എന്ന ആദ്യവാദം തിരുത്തി ട്രംപ്. സെലൻസ്കി വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ചുരുങ്ങിയത് സ്വന്തം നില ഭദ്രമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നും ട്രംപിന്റെ വാദം. ട്രംപും സെലൻസ്കിയും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ. റഷ്യൻ എണ്ണയ്ക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ട്രംപ്. US രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വൻ അഴിച്ചുപണികൾക്ക് വഴി തുറന്ന് പ്രൈമറി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. പതിറ്റാണ്ടുകളായി പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖ നേതാക്കളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സോറാൻ മംദാനി എന്ന പുതിയ പവർ ബ്രോക്കറുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ച് ന്യൂയോർക്ക് സിറ്റി. മംദാനിയുടെ പിന്തുണയോടെ മത്സരിച്ച 3 സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥികളും വിജയിച്ചതോടെ ഹൌസ് ഡെമോക്രാറ്റിക് നേതാവ് ഹക്കീം ജെഫ്രീസിന് നഷ്ടമായത് 2 സിറ്റിംഗ് അംഗങ്ങളെ. മംദാനിയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വലിയ സ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സൂചന. മംദാനി തങ്ങളെ വഞ്ചിച്ചുവെന്ന് ആരോപിച്ച് സിറ്റി കൗൺസിൽ അംഗങ്ങൾ. 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചരിത്രത്തിൽ ആദ്യമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി NCERT. മാറ്റം വരുത്തിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കി പരിഷ്കരിച്ച 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ.
അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് 1 എന്ന പുതിയ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ. പുസ്തകം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചതായും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി എന്നിവ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായതായും ചൂണ്ടിക്കാട്ടുന്നു. BJPയെ പ്രതിരോധത്തിലാക്കി പുതിയ ഭൂമി കുംഭകോണ വിവാദം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഉജ്ജയിനിയിലെ ഭൂമി കുംഭകോണ ആരോപണം കത്തിപ്പടരുന്നു. വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച മേഖലയിൽ മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് 335 ഏക്കറോളം ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന് രേഖകൾ. മുഖ്യമന്ത്രിയായ ശേഷം മോഹൻ യാദവിന്റെ പേരിലുള്ള ഭൂമിയിൽ വർധനവുണ്ടായിട്ടില്ല എന്നും OBC-കാരനായതിനാലാണ് അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നതെന്നും മധ്യപ്രദേശ് BJP. വിഷയത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയ്ക്ക് പിന്നാലെ ഭൂമി കുംഭകോണം BJPയെ പ്രതിരോധത്തിലാക്കി. സംസ്ഥാനത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീഷിനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നിയമസഭയിൽ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച നടത്തുകയായിരുന്നു വേണ്ടതെന്ന് സുധീരൻ. പിണറായി സർക്കാർ മദ്യവ്യാപനം ശക്തിപ്പെടുത്തിയെന്നും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനവും പാടില്ലാത്തതാണെന്നും സുധീരന്റെ വിമർശനം. ബജറ്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ പ്രപ്പോസൽ ഒഴിവാക്കണമെന്നും സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനവും പാടില്ല എന്നും സുധീരൻ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. വീണയോട് ED ആവശ്യപ്പെട്ടിരുന്നത് 29-ന് ഹാജരാകാൻ. വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകൾ EDക്ക് ലഭിച്ച സാഹചര്യത്തിൽ. വീണയുടെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള രേഖകൾ കൂടി മുൻനിർത്തി. രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മുദ്രവെച്ച് കൈമാറിയത് എറണാകുളത്തെ പ്രത്യേക കോടതി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.